നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേവലം ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയല്ല, മറിച്ച് അളവില്ലാത്തത്ര സമ്പത്തും സമൃദ്ധിയും നമ്മളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ്. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സമ്പത്തിനെയും സമൃദ്ധിയെയും ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിന് നിങ്ങൾ അർഹനാണ് എന്നും കൂടിയാണ്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മനസ്സിൽ സമ്പത്തിനെ പറ്റി ഇതുവരെ ഉണ്ടായിരുന്ന പഴയ എല്ലാ ധാരണകളെയും മാറ്റി മനസ്സിൽ സമ്പത്തിൻ്റെ പുതിയ ഒരു എനർജി രൂപപ്പെടുന്നതാണ്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധർ പറയുന്നതേ, സമ്പത്തെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് ഒരു ദിവസം ആകാശത്ത് നിന്ന് അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് പൊട്ടി വീഴുന്ന ഒന്നല്ല. അതിനു മുമ്പായി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലും ഒക്കെ പ്രപഞ്ചം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഉദാഹരണം പറഞ്ഞാൽ, വലിയൊരു മഴ പെയ്യുന്നതിന് മുൻപായി ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ചെറിയ തണുത്ത കാറ്റ് വീശുകയും ഒക്കെ ചെയ്യും. എന്നു പറഞ്ഞതുപോലെ തന്നെ നമ്മളിലേക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും വരുന്നതിന് മുൻപായി നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളുടെ ജീവിതത്തിലുമൊക്കെ പ്രപഞ്ചം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. ആ ലക്ഷണങ്ങൾ യഥാവിധി നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ, ആ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടിയിരുന്ന വലിയ സൗഭാഗ്യം ചിലപ്പോൾ ഒരുപക്ഷെ വഴിമാറിപ്പോകാനും സാധ്യതയുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക, സമ്പത്ത്, സമൃദ്ധി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ഒരാളിലേക്ക് പ്രവഹിക്കുന്നത് അവരുടെ ചുറ്റുപാടിലും സാഹചര്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും. ചില ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും. ആ ലക്ഷണങ്ങൾ പ്രധാനമായും 7 തരത്തിലുള്ളതാണ്. ഒന്ന് ഉറപ്പിച്ചോളൂ, ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പത്തും സമൃദ്ധിയും കുമിഞ്ഞുകൂടാൻ വേണ്ടി പോകുന്നു എന്നതാണ് അതിനർത്ഥം. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുമിത്രാദികളോടോ പോലും പറയാൻ പാടില്ല, രഹസ്യമാക്കി വെക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ മുള പൊട്ടി വരുന്ന സമയത്ത് അതിന് മണ്ണിൻ്റെ ചെറിയ ഇരുളും തണുപ്പും ഒക്കെ ആവശ്യമാണ്. സൂര്യപ്രകാശം എനർജി ആണെങ്കിൽ പോലും അമിതമായി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ആ മുള വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ, ഈ വീഡിയോ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറിക്കുക: പ്രപഞ്ചമേ, ഞാൻ സമൃദ്ധിയെയും സമ്പത്തിനെയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, നന്ദി എന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഇതിൽ സമ്പത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായി പ്രപഞ്ചം നമ്മൾക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ 7 ലക്ഷണങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ലക്ഷണം, നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ ശാന്തത കൈവരും, ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരും. എന്ന് വെച്ചാൽ, സാധാരണ നിങ്ങൾ പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്ന, വല്ലാണ്ട് ദേഷ്യപ്പെടാറുണ്ടായിരുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ അതിനെയെല്ലാം ചെറുപുഞ്ചിരിയോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ നേരിടാൻ തയ്യാറാകും. എപ്പോഴാണോ മനുഷ്യൻ കോപത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്, അപ്പോൾ ലക്ഷ്മി ദേവി അവനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ശാസ്ത്രം. നമ്മൾക്കറിയാം, ഒരു വലിയ നദി
തുടക്കത്തിൽ വലിയ ഒച്ചപ്പാടോടുകൂടി വലിയ ബഹളത്തോടുകൂടി ഒഴുകി പോയിക്കൊണ്ടിരുന്ന് അത് സമുദ്രത്തോട് എത്തിച്ചേരുന്ന സമയമാകുമ്പോഴത്തേക്കും അത് അതിൻ്റെ വിസ്താരം കൂടി ശാന്തതയോടുകൂടിയാണ് സമുദ്രത്തിലേക്ക് ചേരുന്നത്. അതേപോലെ നമ്മൾ ശാന്തത നമ്മളുടെ ജീവിതത്തിൽ വരുന്തോറും സമ്പത്തും സമൃദ്ധിയും നമ്മളിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്നതിന് കാരണമാകും. മറ്റൊന്ന് നമ്മൾക്ക് ഭക്ഷണത്തോടുള്ള കാഴ്ചപ്പാടാണ്. സമ്പത്തും ഭക്ഷണവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട, ഞാനത് പറഞ്ഞു തരാം. സമ്പത്തും സമൃദ്ധിയും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിന് തൊട്ടു മുൻപായി ഭക്ഷണത്തോട് നമുക്ക് വലിയ ആദരവ് തോന്നും എന്നുള്ളതാണ്. ഭക്ഷണം നമ്മൾ പാഴാക്കില്ല. ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധയോടെ ആവശ്യത്തിന് മാത്രം കഴിക്കും. മറ്റ് അതിഥികൾ നമ്മളുടെ വീട്ടിൽ വന്നാൽ ഭക്ഷണം അവർക്ക് നന്നായി നിറഞ്ഞ മനസ്സോടുകൂടി ഭക്ഷണം വിളമ്പാൻ നമ്മളുടെ മനസ്സ് തയ്യാറാകും. അതോടുകൂടി പ്രപഞ്ചശക്തി മനസ്സിലാക്കുന്നത് നമ്മൾ ദാനപ്രിയരാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, നമ്മളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റം വരും എന്നുള്ളതാണ്. എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ കഴിയുന്നത് അവിടേക്ക് ഐശ്വര്യം കടന്നു വരും എന്നുള്ളതാണ്. പണ്ട് നിസ്സാര കാര്യങ്ങൾ പോലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ചിരുന്നു. ഇപ്പം അത് ഇല്ല എങ്കിലും അതേപോലെ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പം ആ തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ല എങ്കിലും ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമാധാനവും കടന്നു വരാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ശാന്തമായ സൗഹൃദപരമായി പോകുന്ന, സന്തോഷത്തോടെ സ്നേഹപൂർവമായി പോകുന്ന കുടുംബത്തിലേക്ക് ലക്ഷ്മി ദേവി ഐശ്വര്യം കടന്നു വരും എന്നുള്ളത് പരമാർത്ഥമാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ കലഹമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് സമ്പത്തില്ലാത്തത് കൊണ്ട് കലഹിക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, കലഹമുള്ളത് കൊണ്ടാണ് സമ്പത്ത് അങ്ങോട്ടേക്ക് വരാത്തത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ചുറ്റുപാടുകളും നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകളാണ്. ഇനി മറ്റൊന്ന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നമുക്ക് ചില സൂചനകൾ നൽകും. ഉദാഹരണത്തിന്, ചില പക്ഷി മൃഗാദികൾ നമ്മളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. പ്രാവുകൾ കൂടുകൂട്ടാൻ വരും. കാക്കകൾ ഭക്ഷണം അന്വേഷിച്ചു വരും. അതുപോലെ തന്നെ ചില പൂച്ചകൾ, നായ്ക്കൾ ഒക്കെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, നമ്മളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ വേണ്ടി പോകുന്നു. അവർ ഐശ്വര്യവുമായി വരുന്നവരാണ്. പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കടന്നു വരാൻ കഴിയൂ. സുരക്ഷിത ബോധം നമ്മളുടെ ഭവനത്തിലുണ്ട്. നമ്മുടെ ഭവനത്തിൽ സുരക്ഷിതമാണ്, പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷിമൃഗാദികൾ വരുന്നത്. പക്ഷിമൃഗാദികൾക്ക് പോസിറ്റീവും നെഗറ്റീവും എനർജികളൊക്കെ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവുകളുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, സുനാമി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ അഫക്റ്റഡ് ഏരിയകളിലുള്ള മൃഗങ്ങളെല്ലാം കാണിച്ച അസ്വസ്ഥതയെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ സ്വീകരിക്കുക, ഇവരൊക്കെ നമ്മളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നവരാണ് എന്ന് മനസ്സിലാക്കി മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രപഞ്ചം മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മൾ ഉള്ളവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് പ്രപഞ്ചം ഐശ്വര്യവും സമ്പത്തും എത്തിച്ചു തരും. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളായിക്കോട്ടെ, ചില വസ്തുക്കളായിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും കാരണമുണ്ടാക്കിയും നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായിരുന്നു. ഇതൊക്കെ നമ്മളിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒഴുകിയെത്തുന്നതിന് തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി നമ്മൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയല്ല. ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റിയെ ഒക്കെ പ്രപഞ്ചം ഈ സമയത്ത് എടുത്തു മാറ്റി കളയും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. നമ്മൾ അതിൽ വിഷമിക്കേണ്ടതേയില്ല. മറ്റൊന്ന്, നമ്മൾ സ്ഥിരമായി കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ. നമ്മളിലേക്ക് സമ്പത്തും സമൃദ്ധിയും എത്താൻ പോകുന്നതിന് തൊട്ടു മുൻപായി, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോകുന്നതിന് തൊട്ടു മുൻപായി നമ്മളുടെ സ്വപ്നങ്ങളിലൂടെ നമ്മൾക്ക് ഉപബോധ മനസ്സ്, പ്രപഞ്ചം ചിലത് മുൻകൂട്ടി കാണിച്ചു തരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, തെളിഞ്ഞ വെള്ളം സ്ഥിരമായി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. അതുപോലെ തന്നെ പച്ച വയൽമേടുകൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്ന കോണിപ്പടി, പ്രധാനപ്പെട്ട കഥയാണ്. ആ തരത്തിൽ കോണിപ്പടി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം കുമിഞ്ഞുകൂടാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ ധാന്യങ്ങൾ സ്ഥിരമായി നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഉപബോധ മനസ്സ് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് എന്ന് ഉറപ്പിച്ചോളൂ. ധൈര്യമായി പ്രതീക്ഷിച്ചിരുന്നോളൂ, നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് എത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഏഴാമത്തത്, അവസാനത്തതുമായ ലക്ഷണം നമുക്ക് കാണിച്ചു തരുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുമ്പോൾ, അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ, അവരുടെ ബിസിനസ് വിജയിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സന്തോഷവും സമാധാനവും അവരെ അനുഗ്രഹിക്കാനുമുള്ള, അവരോട് ഒത്തുചേർന്ന് അവരുടെ സന്തോഷത്തിൽ ആനന്ദിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ഉറപ്പിച്ചോളൂ, നമ്മളിലേക്കും അതേപോലെ വലിയ വിജയവും സമൃദ്ധിയും എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയോ. നേരത്തെ എത്ര വലിയ സുഹൃത്തായിരുന്നാലും, എത്ര വലിയ ബന്ധമുണ്ടായിരുന്ന ആളുകളായിരുന്നാലും, അവരൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ, നല്ലൊരു ഭവനം വെക്കുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത, എനിക്ക് അതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചെറിയ തരത്തിലുള്ള കുശുമ്പ്, കുന്നായ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയതായി മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ, മെച്ചങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സന്തോഷമുണ്ടാവുകയും അവരോട് സ്നേഹമുണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പ്രപഞ്ചം നമ്മളെ നോക്കിയിരിക്കുന്നു, പ്രപഞ്ചം നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു, നമ്മളിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഒഴുകിയെത്താൻ വേണ്ടി തയ്യാറായി ഇരിക്കുന്നു എന്ന് 100% ഉറപ്പിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വെറും വാക്കല്ല, ഞാൻ അനുഭവിച്ചതാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ, നിങ്ങളിലേക്ക് വലിയ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. പ്രകൃതി, പ്രപഞ്ച ശക്തി നിങ്ങളിൽ കടാക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ തയ്യാറാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.